നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്താ ശ്രീ മഹേശ്വര ഇങ്ങനൊരു വിധി? ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാ മാളുവിന്റെ മനസ്സിലുള്ളത്. എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ലല്ലോ. ജീവിതത്തില് ഒരിക്കലും എനിക്ക് സന്തോഷം ഉണ്ടാവില്ലേ ഭഗവാനെ? ഞാൻ ആഗ്രഹിക്കുന്നൊന്നും എനിക്ക് കിട്ടില്ലേ? മുത്തശ്ശിയാണല്ലോ. ഹലോ മുത്തശ്ശി. മോളെ, നീ എന്നാ മോളെ വീട്ടിലേക്ക് വരുന്നത്? എന്താ മുത്തശ്ശി, എന്താ പെട്ടെന്ന്? എന്താണെന്ന് അറിയില്ല, ശരീരത്തിനും മനസ്സിനും വല്ലാത്ത ക്ഷീണം പോലെ. അയ്യോ, മോളെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു. എന്താ മുത്തശ്ശി, എന്താ പറ്റിയത്? നീ പേടിക്കാതെ മോളെ, അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇന്നലെ ക്ഷേത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തല കറങ്ങി. അയ്യോ അയ്യോ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഇങ്ങനെ പേടിക്കാതെ മോളെ, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഞാൻ രാജനെയും കൂട്ടി ഹോസ്പിറ്റലിൽ ഒന്ന് പോകാൻ തുടങ്ങായിരുന്നു. ഞാൻ വരാം മുത്തശ്ശി, വേഗം വരാം. സത്യം പറയണം, മുത്തശ്ശിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ, എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. അങ്ങനെ പേടിക്കാൻ ഒന്നും സംഭവിച്ചില്ല. അവിടെ വെച്ച് തല ചുറ്റിയപ്പോ സഹായിക്കാൻ ദൈവത്തെ പോലൊരു ചെറുപ്പക്കാരൻ വന്നു. ചെറുപ്പക്കാരനോ? ആ പയ്യനാ എന്നെ രക്ഷിച്ചതും വെള്ളം തന്നതും. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി. മോളെ, മോളെ ഗംഗേ. ആ പറയൂ മുത്തശ്ശി. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, എനിക്കൊരു വിഷമമില്ല. ഇവിടെ സന്തോഷായിട്ട് തന്നെ ഇരിക്കുക. അത് മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് മുത്തശ്ശിയോട് തുറന്നു പറയണം. എന്ത് വിഷമം ഉണ്ടായാലും അത് മനസ്സിൽ ഒതുക്കി വേദനിക്കാൻ നീ അനാഥയല്ല. ആ ഓർമ്മ വേണം. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി. മുത്തശ്ശി അസുഖം വരുത്തി വെക്കരുത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എന്റെ ആദ്യം മുഴുവൻ നിന്നെക്കുറിച്ച് ഓർത്താ മോളെ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നീ തനിച്ചാവുമല്ലോ എന്നുള്ള ചിന്തയാ എനിക്ക്. അതൊന്നും ആലോചിക്കേണ്ട സമയമല്ലേ ഇത്. മുത്തശ്ശി ആശുപത്രിയിൽ പോയിട്ട് വന്നിട്ട് വിളിക്കണം. വിളിച്ചോളാം. ഞാൻ പെട്ടെന്ന് വരാം. മുത്തശ്ശി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ആശുപത്രിയിൽ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. മുത്തശ്ശി ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയണം. എന്താ മുത്തശ്ശി? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? മുത്തശ്ശി വേഗം റെഡിയായി ആശുപത്രി പോവാൻ നോക്കിയേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഗംഗയുടെ മനസ്സിൽ എന്തോ വലിയ സങ്കടം കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ വിഷമിക്കാതിരിക്കാൻ അവൾ അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതാണോ? എന്റെ ഭഗവാനെ, നീ എന്തിനാ എന്റെ കുഞ്ഞിനിങ്ങനെ വേദനകൾ മാത്രം കൊടുക്കുന്നത്? ഹലോ. ഹലോ. എടാ, അത് എന്താടാ, എന്തു പറ്റി? എനിക്കെന്തോ ഒരു ടെൻഷൻ. ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. നീ മനുഷ്യനെ ടെൻഷൻ ആക്കാതെ കാര്യം പറ. അത് പിന്നെ മാളുവിന്റെ കസ്റ്റഡിക്ക് വേണ്ടി ആ ഗോകുല് ഹൈക്കോടതിയിൽ പോയിരിക്കുക. എന്തിനാ? എനിക്ക് എന്റെ മോളെ നഷ്ടമാവോ? നീ വിഷമിക്കാതെ, നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എനിക്ക് എന്റെ മാളുവിനെ ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. നീ എന്നെ സഹായിക്കണം. അതെനിക്കറിയാലോ. പിന്നെ സംഗതി അത്ര നിസ്സാരമല്ല. കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് മഞ്ജുരനാണ്. അയാള് പ്രഗത്ഭനായ ഒരു വക്കീല. എന്തെങ്കിലും ലൂപ്പ് ഹോൾ കിട്ടാതെ അയാളെ കേസ് ഏറ്റെടുക്കില്ല. അതുകൊണ്ട് നമ്മൾ മാളുവിന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം. എന്ത് ലൂപ്പ് ഹോൾ? എന്റെ കുഞ്ഞിന് മേൽ ഈ ഭൂമിയിൽ എനിക്കും ഗൗരിക്കും മാത്രമേ അവകാശമുള്ളൂ. ഗൗരി ഇന്നില്ല. അപ്പൊ പിന്നെ മാളു എന്റെ കൂടെ തന്നെയല്ലേ ജീവിക്കേണ്ടത്? നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ കാര്യങ്ങൾ യുക്തിപൂർവ്വം വേണം നേരിടാൻ. പിന്നെ നീ പറഞ്ഞത് ശരിയാ, മാളുവിൽ നിനക്ക് മാത്രമാണ് അവകാശം. പക്ഷേ മാളു നിന്റെ കയ്യിൽ സുരക്ഷിതയല്ലെന്ന് അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യും.
എടാ പ്ലീസ്, എനിക്കെന്റെ കുഞ്ഞിനെ വേണം. അവളാ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നീ പേടിക്കാതെ, അവളെ നിനക്ക് നഷ്ടമാവില്ല. പിന്നെ കാര്യങ്ങൾ നീ അറിഞ്ഞിരിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ കാരണം അവർക്ക് ലൂപ്പ് ഹോൾസ് ഒന്നും കിട്ടാതിരിക്കാൻ ശ്രമിക്കണം. നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ അവർക്ക് ആകെയുള്ളത് മാളു നിന്റെ അടുത്ത് സുരക്ഷിതയല്ലെന്ന് സ്ഥാപിക്കുക മാത്രമാണ്. അങ്ങനെ വാദിക്കാനൊരു അവസരം നമ്മളായിട്ട് കൊടുക്കരുത്. മാളുവിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പോരാത്തതിന് ഗംഗയുണ്ടല്ലോ, അവള് മാളുവിന് ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. മാളു ഒരിക്കലും ഗംഗയെ വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാളു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഗംഗയാ. അതെ, ഒരമ്മയുടെ സ്നേഹവും കരുതലും ഗംഗ എന്റെ മാളുവിന് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. മാളു ഒരിക്കലും ആ വീട് വിട്ടു പോവില്ല. പിന്നെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നിന്നെ ഞാൻ വിശ്വസിക്കുക. എന്റെ കുഞ്ഞിനെ നീ എനിക്ക് നേടിത്തരണം. അവളെ എനിക്ക് നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ മഹി, നിന്റെ മാളു എന്നും നിനക്കൊപ്പം തന്നെ ഉണ്ടാകും. മാളുവിന് വേണ്ടി കൈലാസത്തിൽ നിന്ന് ഗംഗയുടെ ജീവിതവും ഭാവിയും ഇല്ലാതായി പോവാൻ പാടില്ല. ദേവയാനി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗംഗ പ്രായപൂർത്തിയായ കുട്ടിയാ. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അധികം താമസിയാതെ ഗംഗയുടെ വിവാഹം നടത്തണം. ഗംഗയ്ക്ക് പറ്റിയ നല്ലൊരു പയ്യനെ കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്താമായിരുന്നു. അമ്പലത്തിൽ വെച്ച് ബോധം കെട്ടി വീണതുപോലെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയ പിന്നെ അവൾക്ക് ആരാ ഉള്ളത്? ഞാനില്ലാതായാൽ ആർക്കും ഭാരമാകാതിരിക്കാൻ അവളെ മുന്നും പിന്നും നോക്കാതെ ആർക്കെങ്കിലും കൈലാസം വീട്ടുകാര് കല്യാണം കഴിച്ചു കൊടുക്കും. ആ പാവത്തിന് അതൊരു ദുരിത ജീവിതമായാൽ എന്റെ ആത്മാവിന് പോലും സമാധാനം കിട്ടില്ല. ഭഗവാനെ, എന്റെ ഗംഗയ്ക്ക് പറ്റിയ നല്ലൊരു പയ്യനെ എനിക്ക് കാണിച്ചു തരണേ. ആരോ വാതിൽ മുട്ടുന്നുണ്ടല്ലോ. രാജൻ വന്ന അകത്തേക്ക് വരികയല്ലേ ഉള്ളൂ. പിന്നെ ആരായിരിക്കും? ആരാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.